ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈശോയെ, ഈ ശുശ്രൂഷ സമയം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും അത്ഭുതകരമായൊരു ദൈവീക ഇടപെടൽ ഉണ്ടാവണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും ഈശോ കടന്നു വന്നു കഴിഞ്ഞു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അനന്തമായി ഒരു ദൈവിക കൃപയായി നമ്മൾ ചൊരിയപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വയ്ക്കാവോ. സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. 2 സാമുവേൽ 7-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്നു, വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ കുടുംബ ബന്ധങ്ങളിൽ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്. ഒരുപക്ഷെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥ, നിസാരപ്പെട്ട കാര്യത്തിന് പോലും പരസ്പരം വഴക്കടിക്കുന്ന അവസ്ഥ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ സമയത്ത് തന്നെ നിന്റെ മേൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നിറയുന്ന അനുഭവമുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൽ സ്വത്ത് വിഭജനത്തോട് ബന്ധപ്പെട്ട് തർക്കവും വഴക്കും നിലനിൽക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഈ സമയം ആ മേഖല ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? കുടുംബത്തിൽ സ്വത്ത് വിഭജനത്തോട് ബന്ധപ്പെട്ട് വഴക്കും തർക്കവും പരസ്പരം മിണ്ടാത്ത അനുഭവങ്ങൾ പോലും ഉണ്ടാകാം. ഒരുപക്ഷെ കോടതി കേസിൽ വരെ എത്തിയിട്ടുണ്ടാവും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ചിലപ്പോൾ ചില വഴി പ്രശ്നത്തിൻ്റെ പേരിൽ, അതിർത്തി പ്രശ്നത്തിൻ്റെ പേരിൽ കുടുംബത്തിൽ വലിയ ഭിന്നത, അസ്വസ്ഥതയുണ്ടാവും. ആ മേഖല സമർപ്പിക്കുക. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. സമ്പത്തിനോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭാരങ്ങൾ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഒരുപക്ഷെ ആർക്കെങ്കിലും പണം കടം കൊടുത്തു, തിരിച്ചു കിട്ടിയിട്ടില്ല, തിരിച്ചു ചോദിക്കുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തുന്നു, തിരിച്ചു ചോദിക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്നു, അവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഭാരപ്പെടുന്നവര് അനേകരിപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഭാരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ, സഹോദരങ്ങൾ തമ്മിൽ ഏതെങ്കിലും വിഷയത്തിൽ തെറ്റിദ്ധാരണ, ഒരുപക്ഷെ നിസാരപ്പെട്ടൊരു കാര്യമാവും, എന്നാൽ പരസ്പരം പറയാതെ മാറി വെച്ചതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണയായി കുടുംബത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സമർപ്പിക്കുക. കർത്താവെ, കുടുംബത്തിലുള്ള തെറ്റിദ്ധാരണകൾ, ഭാരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും ദേശസമയത്ത് വായിൽ നിന്ന് വീണ ചില വാക്കുകൾ അത്രമേൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരമുള്ള മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്ന, അപ്രകാരമുള്ള അസ്വസ്ഥതകളുടെ മേൽ ദൈവിക ശക്തി ഭരണം നടത്തുന്ന ഒരു അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോളൂ. നന്നായിട്ട് തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് നിന്റെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏത് ഭാരമാവട്ടെ ആ ഭാരമെല്ലാം ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കണം. എൻ്റെ കുടുംബം, അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. എൻ്റെ കുടുംബം എന്നും അങ്ങയോട് വിശ്വസ്തരായിരിക്കാൻ കർത്താവെ കൃപ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ച്, യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പോരാ, നാവിന്റെ എല്ലാ
എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. നിന്റെ ശരീരത്തിലുള്ള എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. നിന്റെ ശരീരത്തിലേക്ക് ഒരു അഭിഷേകം വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. നിന്റെ നിരാശ കർത്താവ് മാറ്റട്ടെ. നിന്റെ മരവിപ്പ് കർത്താവ് മാറ്റട്ടെ. നിന്റെ ചിന്തകളെ കർത്താവ് നിയന്ത്രിക്കട്ടെ. മനസ്സിന്റെ ഭാരത്തെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ അത് സംഭവിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയുടെ മേലും സംഭവിക്കപ്പെടട്ടെ. ക്ഷീണിച്ച ശരീരങ്ങൾ ശക്തി പ്രാപിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു, യേശുവേ. പരിശുദ്ധാത്മാവേ, ആമേൻ. എന്നിൽ നിറയണമേ. ആമേൻ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ. പഠിക്കേ പഠിക്കേ. യെസ്. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു ദൈവവചനം പത്രോസ് ലീഹായുടെ 1-ാം ലേഖനം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 3-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനമാണ്. ബൈബിൾ ഉള്ളവരൊന്ന് തുറക്കണം, എന്നിട്ട് ആ വചനം ഒന്ന് പഠിക്കണം. കാരണം അത്രമേൽ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഇവിടെ ഇരിക്കുന്ന കേൾക്കുന്ന ഓരോ വ്യക്തിയിലും, അതോടൊപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉള്ളിലും സംഭവിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പത്രോസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 9. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം. 9-ാം തിരുവചനം വായിക്കാം. തിന്മയ്ക്ക് തിന്മയോ, തിന്മയ്ക്ക് തിന്മയോ, നിന്ദനത്തിന് നിന്ദനമോ, നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 9. Do not repay evil for evil or abuse for abuse, but on the contrary, repay with a blessing. It is for this that you were called, that you might inherit a blessing. Praise the Lord. ഹല്ലേലൂയ. വചനം എന്താ പറയുന്നത്? വലതുകരം ഉയർത്തി വചനം ഒന്ന് ഏറ്റെടുക്കാം. എല്ലാവരും വലതുകരം ഉയർത്തി വചനം ഏറ്റെടുത്തേ. തിന്മയ്ക്ക് തിന്മയോ, തിന്മയ്ക്ക് തിന്മയോ, നിന്ദനത്തിന് നിന്ദനമോ, നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. പത്രോസ് ലീഹ ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം സ്വന്തമാക്കാൻ സ്പെഷ്യലായി വിളിക്കപ്പെട്ടവരാണ് ഞാനും നീയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വിളി എന്താണ്? നമ്മുടെ വിളി എന്താണ്? നമുക്കൊരു വിളിയുണ്ടെന്നും ആ വിളിയുടെ പ്രത്യേകത എന്തെന്നും പത്രോസ് ലീഹ പറയുവാണ്. എന്താണ് ഈ വിളിയുടെ പ്രത്യേകത? അനുഗ്രഹം അവകാശമായി സ്വീകരിച്ച് ജീവിക്കാനുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ടവരെ, ഭാരപ്പെട്ട് ജീവിക്കാനുള്ള വിളിയാണോ? വഴക്കിട്ട് ജീവിക്കാനുള്ള വിളിയാണോ? അല്ലെന്ന്. കണ്ണുനീരോടുകൂടെ ജീവിതത്തിൽ എന്നും ആയിരിക്കാനുള്ള വിളിയാണോ? അല്ല, അല്ല, അല്ല. പിന്നെ എന്തിനുള്ള വിളിയാണ്? അനുഗ്രഹം അവകാശമായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ. ലൈഫ് ഫുൾ ഓഫ് ബ്ലെസ്സിങ്. നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹത്തോടുകൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കാൻ തക്കവണ്ണം സന്തോഷത്തോടെ ജീവിക്കാനുള്ള വിളിയാണ് നമ്മുടെ വിളി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ഇതൊരു ആത്മീയ രഹസ്യമാണ്. സ്പിരിച്വൽ സീക്രട്ടിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ അത് നമ്മുടെ ബുദ്ധിയിൽ തെളിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല.
നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കും. എനിക്ക് ഇങ്ങനെ ഉണ്ടായല്ലോ, എനിക്ക് അങ്ങനെ ഉണ്ടായല്ലോ, ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്നിങ്ങനെ നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ വചനം വെച്ച് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തിനൊരു വിളിയുണ്ട്. ആ വിളി എന്ന് പറഞ്ഞാൽ അനുഗ്രഹം സ്വന്തമാക്കി ജീവിക്കാനുള്ള വിളിയാണ്. നിന്റെ വീട്ടിലുണ്ടായിരിക്കേണ്ടതും അനുഗ്രഹമാണ്. നിന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ. പത്രോസ്ലീഹ ഈ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ, അനുഗ്രഹം അവകാശമാണെന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയാവോ? എങ്ങനെയാണ് ഈ അനുഗ്രഹം അവകാശമായി ഒരു വ്യക്തി ജീവിതത്തിൽ സ്വീകരിക്കുന്നത്? അതിനാണ് ആ വചനം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ത്? തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. ഓ, കേൾക്കുമ്പോ തന്നെ വലിയൊരു ഭാരം ഉണ്ട് അല്ലേ? തിന്മയ്ക്ക് തിന്മയോ, പറഞ്ഞേ, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കരുത്. നമ്മൾ എന്താണ് പകരം കൊടുക്കുന്നത്? തിന്മയ്ക്ക് തിന്മ, നിന്ദനത്തിന് നിന്ദനം. വചനം പറയുന്നു അങ്ങനെ നീ പകരം കൊടുക്കരുത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രതികാരം ചെയ്യരുത്. എന്ത് ചെയ്യരുത്? പ്രതികാരം ചെയ്യരുത്. പറഞ്ഞേ, പ്രതികാരം ചെയ്യാതെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാനും നിങ്ങളും. ആമേൻ. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ. ആമേൻ. ആരാണ് നമ്മളെ ഈ വചനം ഇപ്പോൾ പഠിപ്പിച്ചത്? ഏത് പുസ്തകത്തിൽ നിന്നാണ്? പത്രോസ്ലീഹയാണ്. ആരായിരുന്നു ഈ പത്രോസ്? എന്തായിരുന്നു പത്രോസിന്റെ സ്വഭാവം? പത്രോസ് ജനിച്ചപ്പോൾ മുതൽ നിന്ദനത്തിന് നിന്ദനമോ തിന്മയ്ക്ക് തിന്മയോ കൊടുക്കാതെ ശാന്തശീലനായി വളർന്ന ഒരാളാണോ? അല്ല. പത്രോസിനെ നമുക്കറിയാം. പത്രോസിന്റെ എടുത്തുചാട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിൽ പലരും പത്രോസിന്റെ സ്വഭാവം ഉള്ളവർ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? എടുത്തുചാട്ടം. എന്നാ ചാട്ടാന്നറിയോ? എന്ത് ചാട്ടമാണ്? എടുത്തുചാട്ടം. എന്താണ് എടുത്തുചാട്ടത്തിന്റെ പ്രത്യേകത? നമ്മുടെ മുമ്പിലുള്ള വിഷയത്തിന്റെ ഗൗരവം ഒന്നും മനസ്സിലാകാതെ ഒരൊറ്റ ചാട്ടാണ് എടുത്തുചാട്ടം. എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളുടെയൊക്കെ ഓട്ടം. എന്നാൽ റിസൾട്ട് വളരെ സീറോ ആയിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 10-ാം തിരുവചനം, പത്രോസിന്റെ സ്വഭാവത്തെ കുറിച്ചൊരു വചനം യോഹന്നാൻ സ്ലീഹ പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ചേ. ശിമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ ഭൃത്യനെ വെട്ടി അവന്റെ വലത്ത് ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്യന്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. അതേ കണ്ടോ? അതായത് വാളൂരി ഒരുത്തന്റെ ചെവി ഛേദിച്ച പത്രോസ് എന്ന് പറഞ്ഞാൽ തിന്മയ്ക്ക് തിന്മ കൊടുത്ത പത്രോസ്, നിന്ദനത്തിന് നിന്ദനം കൊടുത്ത പത്രോസ് ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? എടാ മക്കളെ, എനിക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയി, എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയി. എന്നാൽ നിങ്ങളുടെ ജീവിതം അങ്ങനെ ആയിരിക്കരുത്. എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയണത്. ആര് പറയുക? പത്രോസ് പറയൂ. എന്റെ അനുഭവത്തിൽ നിന്നാ പറയണത്. എന്റെ മക്കളെ, എടാ നമ്മുടെ ജീവിതം അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ജീവിതമാണ്. നിന്റെ ജീവിതത്തിൽ നീ എടുത്തു ചാടരുത്. നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യരുത്. പ്രതികാരം ചെയ്യരുത്. തിന്മയ്ക്ക് പകരം തിന്മ നീ കൊടുക്കരുത്. നിന്ദനത്തിന് പകരം നിന്ദനം നീ കൊടുക്കരുത്. നീ നിന്റെ ജീവിതത്തെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അനുഗ്രഹം അവകാശമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരണം. എവിടെ മാറ്റം വരണം? സ്വഭാവത്തിൽ മാറ്റം വരണം. പ്രാർത്ഥനയിൽ മാത്രം പോരാ, പ്രാർത്ഥിച്ച കാര്യം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം. പത്രോസ്ലീഹയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അതുകൊണ്ടാണ് പത്രോസ് എങ്ങനെയാ മരിച്ചത്? തലകീഴായി അല്ലേ?
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു മരിച്ചതുപോലെ എനിക്ക് മരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തലകീഴായി കുരിശിൽ കിടന്ന് മരിച്ച പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, മക്കളെ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നീയും. നിന്റെ ജീവിതത്തെ നീ വെറുതെ പ്രതികാരം ചെയ്ത് നിന്ദനത്തിന് നിന്ദനം കൊടുത്ത് തിന്മയ്ക്ക് തിന്മ കൊടുത്ത് നിന്റെ ജീവിതത്തെ നശിപ്പിക്കല്ലേ. പത്രോസ്ലീഹ ഇത് പറയുമ്പോൾ അത്രമേൽ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. കാരണം പത്രോസ്ലീഹയുടെ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായി മാറ്റം വന്നു കഴിഞ്ഞിരുന്നു. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ഒരു ബിസിനസ്സുകാരൻ നമ്മുടെ പോട്ടാശ്രമത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വലിയ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഇപ്പോൾ എന്റെ അവസ്ഥ വളരെ ദാരുണമാണ്. ബാങ്കിൽ ലോൺ അടച്ച് എന്റെ അവസ്ഥ മൊത്തം ഇപ്പോൾ ശോകമാണ്, സങ്കടകരമായ അവസ്ഥയാണ്. അച്ഛാ, എന്തു ചെയ്യും? എന്റെ ബിസിനസ് ഒന്ന് പച്ച പിടിക്കണം, എനിക്ക് വീണ്ടും നന്നായിട്ടും നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഞെളിഞ്ഞു നടക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അച്ഛാ, ഇപ്പൊ ഉണ്ടല്ലോ ഞാൻ വീടിന് പുറത്തിറങ്ങാറില്ല. കാരണം പലരും കടം മേടിച്ചവരൊക്കെ ദേ വരുന്നുണ്ട്. അവർക്കൊക്കെ പൈസ കൊടുക്കാൻ എൻ്റെ ഇല്ല. ബാങ്കുകാര് തന്നെ പലതവണ വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. വലിയൊരു ഭാരത്തിലാണ് അച്ഛാ. എനിക്ക് 3-4 വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു ഓട്ടോറിക്ഷ, ചാലക്കുടിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാ വന്നത്. വണ്ടിയൊന്നും ഇല്ല. എന്റെ അവസ്ഥ വളരെ ദാരുണമാണ്. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യും? അപ്പൊ ഞാനും അയാളും കൂടെ എന്ത് ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എനിക്ക് ഈ വിഷയത്തിൽ ഒരു മാറ്റം വേണം അച്ഛാ, ഒരു മാറ്റം വേണം. ഞാൻ പറഞ്ഞു, ചേട്ടാ വാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ ആ ചേട്ടനെയും കൊണ്ട് ഒരു വൈകുന്നേര സമയമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ട ഉണ്ടല്ലോ, ആ ഗ്രോട്ടയുടെ മുമ്പിൽ 2 കസേരയിട്ട് ഞങ്ങൾ അവിടെ ഒരുമിച്ചിരുന്ന് ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തോട് പറയണമെന്ന് എൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു പ്രചോദനം. കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടല്ലേ? ഉണ്ടോന്ന്. അതുകൊണ്ടല്ലേ അച്ഛ ഇവിടെ വന്നത്? ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ചേട്ടന്റെ കുടുംബത്തിൽ ആരോടെങ്കിലും ഒക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആരോടെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നല്ലൊരു കുമ്പസാരം നടത്തണം. സഹോദരങ്ങളോടൊക്കെ സ്നേഹിക്കണം. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ചുമക്കാൻ തുടങ്ങി. അത്രയും നേരം ശാന്തമായിരുന്ന ആ മനുഷ്യന്റെ മുഖം ചുമക്കാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ മുഖം മാത്രമല്ല ചുമക്കുന്നത്, അയാളുടെ കൈയൊക്കെ ഇങ്ങനെ തിരുമാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഗൗരവമുള്ള കാര്യം ഇയാളുടെ ഉള്ളിലുണ്ട്. സംസാരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് നാളുകളായി. അതായത് ഞങ്ങളുടെ കുടുംബത്തില് സ്വത്ത് വിഭജനത്തെ തുടർന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അത്രമേൽ ഭാരപ്പെട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം എന്റെ 2 സഹോദരന്മാർ, അവന്മാര് എന്നെ പറ്റിച്ചു. അച്ഛാ, ഞാനാണ് കുടുംബത്തിന് വേണ്ടി ഇത്രമേൽ കഷ്ടപ്പെട്ടത്. എന്റെ കുടുംബത്തിലെ തറവാടിരിക്കുന്ന വീട് പണിയുന്നതിന് വേണ്ടി ഇത്രമേൽ കഷ്ടപ്പെട്ട ആളാണ് ഞാൻ. എന്റെ രക്തമാണ് അച്ഛാ വേർപ്പ് തുള്ളിയായി ആ വീട് പണിയിച്ചത്. എന്നാൽ എന്റെ സഹോദരന്മാർ വീടിന്റെ ഭാഗം വെപ്പിനോട് ബന്ധപ്പെട്ട്, സ്വത്ത് വിഭജനത്തോട് ബന്ധപ്പെട്ട് എന്നെ ഒരു കറിവേപ്പില പോലെ കണക്കാക്കി എന്നെ പുറത്തോട്ടെറിഞ്ഞു. എനിക്ക് സഹിച്ചില്ല അച്ഛാ, ഞാൻ ഇറങ്ങിപ്പോന്നു. എന്റെ കുടുംബത്തെ ഞാൻ പൊന്നുപോലെ ഇപ്പൊ നോക്കുന്നുണ്ട്. എന്റെ സഹോദരന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെ കുറിച്ച് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവരുടെ ഒരു പരിപാടിക്ക് ഞാൻ പോകാറില്ല. എന്റെ വീട്ടിൽ ഞാൻ എന്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അവരോടൊരു കോണ്ടാക്റ്റും വേണ്ട. ഇതാണ് അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പോരല്ലോ. ചേട്ടന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കണ്ടേ? അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശരിയാക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ചോദ്യം എന്നാന്നറിയോ? അച്ഛോ, ഞാൻ അച്ഛന്റെ മുമ്പിൽ വന്നത് എന്റെ ബിസിനസ് കാര്യവുമായിട്ടാണ്. ബിസിനസ്സിലെ തകർച്ചയാണ് എന്റെ പ്രശ്നം. അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നത് എന്റെ സഹോദരന്മാരുമായിട്ടുള്ള എന്റെ ബന്ധത്തെ കുറിച്ചാണ്. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? ചോദ്യം പിടികിട്ടിയോ? അച്ഛോ, എന്റെ ബിസിനസ്സിലെ തകർച്ചയാണ് എന്റെ ഇപ്പോഴത്തെ പ്രാർത്ഥനാ വിഷയം.
അച്ഛൻ സംസാരിക്കുന്നത് എൻ്റെ സഹോദരന്മാരോട് സ്നേഹക്കുറവുണ്ട്, ആ സഹോദരന്മാരോട് സ്നേഹബന്ധത്തിലാവണമെന്നുള്ളതാണ്. എൻ്റെ ചോദ്യം ഇതാണ്, അച്ഛാ അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? ഈ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിച്ച്, എന്തെങ്കിലും ബന്ധം ഉണ്ടോ? ഉണ്ടോ? എന്ത് ബന്ധം? ബിസിനസ്സും ഈ കാര്യവും തമ്മിൽ, കുടുംബത്തിൽ ഈ കാര്യവും തമ്മിൽ എന്ത് ബന്ധം? ബൈബിള് പറയുന്നത് ബന്ധം ഉണ്ട്. ആമേൻ, 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 ആമേൻ. നിന്റെ അനുഗ്രഹം ഇരിക്കുന്നത്, നിന്റെ ബിസിനസ്സിലെ അനുഗ്രഹം ഇരിക്കുന്നത് നിന്റെ ഒരു പ്രവൃത്തിയിലല്ലെന്ന്, മറിച്ച് ആ അനുഗ്രഹം ഇരിക്കുന്നത് നിനക്ക് നിന്റെ ദൈവത്തോടുള്ള ബന്ധത്തോടും സഹോദരങ്ങളോടുള്ള ബന്ധത്തോടും അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ടാണ് പത്രോസ് പഠിപ്പിച്ചത്, എടാ നീ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്, ആയതിനാൽ പ്രതികാരം ചെയ്യരുത്. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പ്രതികാരം ചെയ്യരുത്. മറിച്ച് എന്ത് ചെയ്യണം? നീ അനുഗ്രഹം കൊടുക്കാൻ, അനുഗ്രഹത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. മറ്റുള്ളവരെ നീ അനുഗ്രഹിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അദ്ദേഹം എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അസ്വസ്ഥനായിട്ട് എന്നോട് പറഞ്ഞ കാര്യം, അച്ചോ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ ഉള്ളിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുന്നു. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെ അച്ഛൻ പറയുന്നല്ലോ, എന്റെ അനുഗ്രഹം ഇരിക്കുന്നത് ഈ ബന്ധത്തിലാണെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അച്ഛാ അത്ര എളുപ്പമല്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയാം ചേട്ടാ, അത്ര എളുപ്പമല്ല. വർഷങ്ങളായി സഹോദരങ്ങളോട് സ്നേഹബന്ധത്തിലാവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ കുറച്ച് സമയം ഇവിടെ ഇരുന്നു കൊണ്ട്, യേശുവേ ഞാൻ എൻ്റെ സഹോദരനെ അനുഗ്രഹിക്കുന്നു, യേശുവേ ഞാൻ എൻ്റെ സഹോദരനെ അനുഗ്രഹിക്കുന്നു, യേശുവേ നിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വന്തം സഹോദരന്മാരെ മനസ്സിൽ കണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, യേശുവേ നിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവേ നിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ മനസ്സിൽ കണ്ട് കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആരോടെങ്കിലും വല്ലാത്ത നീരസം, ചില സൗന്ദര്യപ്പിണക്കമായിരിക്കും. അത് വളർന്ന് എന്തായി മാറി? ഇപ്പോൾ പരസ്പരം മിണ്ടില്ല, പരസ്പരം അസ്വസ്ഥത ആയിട്ടുണ്ടാവാം. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാഗ്വാദത്തിൽ ഏർപ്പെട്ട് പരസ്പരം ഭിന്നിച്ചു കഴിയുന്ന കുടുംബങ്ങളാവാം. നിങ്ങൾ ചിലപ്പോൾ കുടുംബപരമായി തന്നെ ഭാരപ്പെട്ട കുടുംബങ്ങളാവാം. അപ്പോൾ ആരുടെയെങ്കിലും മനസ്സിലൊരു ചോദ്യം, എങ്ങനെ ഇവരോട് സ്നേഹത്തിലാകും, എങ്ങനെ അങ്ങോട്ട് കടന്നു ചെല്ലും, എങ്ങനെ ഇവരോടൊന്ന് സെറ്റ് ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ അല്പസമയം ശാന്തമായിട്ടിരുന്ന് ഈ വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ മനസ്സിൽ കാണണം. ആ വ്യക്തികളെ നിങ്ങളുടെ മനസ്സിൽ കാണണം. എന്നിട്ട് യേശുവേ നിന്റെ നാമത്തിൽ ഈ വ്യക്തിയെ ഞാൻ അനുഗ്രഹിക്കുന്നു, യേശുവേ നിന്റെ നാമത്തിൽ ഈ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു, യേശുവേ നിന്റെ നാമത്തിൽ ഞാൻ ഈ വ്യക്തിയോട് മാപ്പ് ചോദിക്കുന്നു, യേശുവേ നിന്റെ നാമത്തിൽ ഞാൻ ഈ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തികളെ മനസ്സിൽ കണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ മുമ്പിൽ കർത്താവ് വഴികൾ തുറക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ബിസിനസ്സുകാരൻ ഇതാ തൊട്ടു മുമ്പിലിരുന്ന് കുറേ സമയം ഇദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ മുഖം, ചുവന്ന മുഖം സാവധാനം നോർമലാകാൻ തുടങ്ങി. കൈകാലുകൾ അരിശപ്പെട്ടുകൊണ്ടിരുന്ന കൈകാലുകൾ സാവധാനം അദ്ദേഹം നോർമലാകാൻ തുടങ്ങി. ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ തിരിച്ചു പോവുകയാണ്, എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ദൈവിക പ്രവർത്തികൾ സംഭവിക്കുന്നു, ഞാൻ വീണ്ടും വരും. അങ്ങനെ ഇദ്ദേഹം വീട്ടിലോട്ട് പോയി. നാളുകൾക്ക് ശേഷം, അധിക നാളുകൾ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ധ്യാന മന്ദിരത്തിൽ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടാൻ വേണ്ടി ഇദ്ദേഹവും ഭാര്യയും മക്കളും കൂടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖം നന്നായി പ്രകാശിക്കുന്നു. ഇദ്ദേഹം എന്നോട് പറഞ്ഞെന്തെന്നറിയോ? അച്ചോ, അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ കുറച്ച് ദിവസം സ്ഥിരമായി ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. എൻ്റെ സഹോദരന്മാരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ മനസ്സിൽ വലിയ ഭാരമായിരുന്നു അവരെ കുറിച്ച് ഓർക്കുമ്പോൾ. എന്നാൽ അവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയം മുതൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി. അച്ഛാ, ഞാൻ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരനെ എൻ്റെ വീട്ടിലോട്ട് കടന്നു വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അച്ഛാ,
എൻ്റെ മനസ്സ് ശാന്തമായിരുന്നത് കൊണ്ട് ആ സഹോദരനെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി, മറ്റേ സഹോദരന്റെ വീട്ടിൽ പോയി. അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനോട് ചേർന്ന് അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എന്റെ സാമ്പത്തിക മേഖല വളരെ വളരെ താഴെത്തട്ടിലായിരുന്നു. എന്നാൽ ചില മേഖലകളിൽ എനിക്ക് അല്പം പച്ച പിടിച്ച് കയറി വരാൻ പറ്റുന്നുണ്ട്. ബാങ്കുകാരുടെ കാര്യമൊക്കെ ഞാനൊന്ന് സെറ്റിൽ ചെയ്തു. എൻ്റെ സഹോദരന്മാർ തന്നെ എന്നെ സഹായിക്കാൻ തുടങ്ങി. എന്ന് വേണ്ട അച്ഛാ, എനിക്കിപ്പൊ 2 കാലിൽ നിവർന്ന് നടക്കാം. ഞങ്ങളുടെ നാട്ടില് എനിക്ക് എല്ലാവരുടെ മുഖത്ത് നോക്കി നടക്കാൻ പറ്റുന്ന തരത്തിൽ സാമ്പത്തിക കടബാധ്യത മുഴുവൻ തീർന്നിട്ടില്ല. പക്ഷെ അച്ഛാ, എല്ലാവരുടെ മുമ്പില് മുഖത്ത് നോക്കി നിവർന്ന് നടക്കാൻ പറ്റുന്ന തരത്തിൽ കർത്താവ് എന്നെ ഉയർത്തി. കർത്താവ് എന്നെ ഉയർത്തി. എപ്പോഴാണോ ആ വ്യക്തി ക്ഷമിച്ച് പ്രാർത്ഥിച്ചത്, പ്രതികാരം ചെയ്യാതെ, നിന്ദനത്തിന് നിന്ദനം കൊടുക്കാതെ, തിന്മയ്ക്ക് തിന്മ കൊടുക്കാതെ സ്നേഹിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ തുടങ്ങി. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തി പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തി പറഞ്ഞേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റു നിൽക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ എഴുന്നേറ്റു നിൽക്കുക. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ അതിശക്തമായ അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഇതാ പത്രോസ് ലീഹ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാം തിരുവചനം. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ നീ. ഓരോ വ്യക്തിയും ഈ സമയം ഉള്ളിന്റെ ഉള്ളിൽ ഇതൊരു വലിയൊരു ബോധ്യമായി സ്വീകരിക്കുക. എനിക്കൊരു വിളിയുണ്ട്. ഇത് സാധാരണപ്പെട്ട ഒരു വിളിയല്ല. മറ്റുള്ളവർക്ക് അനുഗ്രഹമാവാൻ, എൻ്റെ ജീവിതം എനിക്ക് തന്നെ അനുഗ്രഹമാവാൻ ഇതാ ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന വലിയൊരു ബ്ലെസ്സിംഗ് ആണിത്. സാധാരണക്കാർക്കുള്ളതല്ല, മറിച്ച് അസാധാരണമായൊരു കൃപയുടെ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ അസാധാരണമായ ഒരു കൃപ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. നിന്നെ കർത്താവിന് അത്രമേൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നു. എന്റെ സഹോദര സഹോദരി, നീ ആരുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നീ ചിന്തിക്കും, ഞാൻ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ അല്ലല്ലോ, അത്രമേൽ അസാധാരണക്കാരനല്ലല്ലോ, ഞാനൊരു സാധാരണക്കാരനല്ലേ, എന്റെ ജീവിതത്തിൽ എന്താണ് ഇത്രമേൽ ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെടാൻ കാരണം? എന്റെ സഹോദര സഹോദരി, നീ ആരാണോ, നിന്റെ ജീവിതം എന്താണോ, അത് നന്നായി അറിയുന്നവനാണ് നിന്റെ ദൈവം. ആ ദൈവം നിന്നോട് പറയുന്നു, നീ അസാധാരണമായ ഒരു കൃപയ്ക്ക് അവകാശം ലഭിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ആ അവകാശം സ്വന്തമാക്കി സ്വീകരിക്കുക. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ